ഇതൊക്കെ നമ്മളാണ് ആവർത്തിച്ച് കാണുന്നത്. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒന്നുപോലും ഒരു ആവർത്തനം പോലും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സിനിമയിലോ ഏതെങ്കിലും തിരക്കഥയിലോ ഡയലോഗിലോ ഉണ്ടായിരുന്നില്ല. ആം, അതാർക്കും ആവർത്തിക്കാനും കഴിയാത്ത അനുകരിച്ച് ആവർത്തിക്കാനും കഴിഞ്ഞിരുന്നില്ല. എഴുത്തിലും അഭിനയത്തിലും ശ്രീനിവാസൻ ശൈലി ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല എന്ന കാര്യവും ഉറപ്പാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ വിടവാങ്ങി പോകുമ്പോൾ അതുണ്ടാക്കുന്ന വിടവ് അത് അപരിഹാര്യമായി കാലങ്ങളോളം കിടക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. കണ്ടനാട്ടെ വീട്ടിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അവിടെ അങ്ങോട്ടേക്ക് നൂറുകണക്കിനായ ആളുകൾ രാവിലെയും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ഇന്നലെ രാവിലെ ആശുപത്രിയിൽ നിന്നും കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കണ്ട കാഴ്ച, അതിനുശേഷം ടൗൺ ഹാളിൽ കണ്ട അണമുറിയാതെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ, ഇതാ ഇപ്പോൾ രാവിലെ ഇനി സംസ്കാരത്തിന് അധിക സമയം ബാക്കി ഇല്ലാതിരിക്കുന്ന സമയത്തും ഇനി ഒരു മണിക്കൂറിൽ അരമണിക്കൂറേ ഉള്ളൂ, ഒരു മണിക്കൂർ അടുത്ത മാത്രമേ സമയമുള്ളൂ. ആ സമയത്തും അങ്ങോട്ടേക്ക് ശ്രീനിവാസനെ കാണാൻ ആൾക്കാരുടെ നീണ്ട നിര അവിടെ കാണുകയാണ്. അത് കണ്ടനാട്ടെ ആളുകൾ മാത്രമല്ല, ഉറപ്പായും കണ്ണൂർ ജനിച്ച അല്ലെങ്കിൽ കണ്ണൂർ ഒരു നാടായ ശ്രീനിവാസൻ എറണാകുളത്തേക്ക് വന്ന് ഇവിടെ ഉദയംപേരൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് അകത്താണ് കേട്ടോ, എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രദേശമാണ് അവിടെ. ചെറിയ വഴികൾ, വലിയ വഴികളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. അവിടെ പോയി സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് നേരെ ഓപ്പോസിറ്റ് അതിനടുത്ത് തന്നെയാണ് മുതൽ അവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി കൂട്ടായ്മ പറയുന്ന സമിതി പോലൊക്കെ ഉണ്ടാക്കി അവിടെ കൃഷി നടത്തി. അതുപോലും എല്ലാ വർഷവും വാർത്തയാവുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിനോട് വളരെ ചേർന്ന് ഇഴുകി നിന്ന ഒരു മനുഷ്യനെ കാണാൻ ആ നാട്ടുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അങ്ങോട്ടേക്ക് ആൾക്കാർ, സംവിധാനം ബ്ലസ്സി അദ്ദേഹത്തെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. ബ്ലസ്സി ഇന്നലെ ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇന്നലെ സത്യാന്തിക്കാട് അടക്കം, ഇന്നലെ ടൗൺ ഹാളിൽ ലാലടക്കം, ഇന്നലെ ടൗൺ ഹാളിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വീണ്ടും കണ്ടനാട്ടെ വീട്ടിലേക്ക് വരികയാണ്. അവർക്ക് ശ്രീനിവാസൻ അവിടെ ഉള്ളപ്പോൾ അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ആർക്കും കഴിയില്ല. രഞ്ജിത്ത് പണിക്കർ ഇന്നലെ മുതലുണ്ട്. നമ്മൾ അവിടുത്തെ കാര്യസ്ഥനെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി ആ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ആ ടൈം ഷെഡ്യൂളൊക്കെ കൃത്യമായി പാലിക്കുന്നതിൽ രഞ്ജിത്ത് പണിക്കർ അവിടെ വളരെ ഇപ്പോഴത്തെ ഒരു തിരക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ ചില സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം വരുന്നവർക്കൊക്കെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ സമയക്രമം പാലിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി അവിടെ ഒരു നിയന്ത്രണങ്ങളൊക്കെ ചിലപ്പോൾ ഏർപ്പെടുത്തിയേക്കും. ഈ വീടിനകത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്കുള്ള അവിടെ ഒന്ന് ഒരു നോക്ക് കാണൽ അറേഞ്ച് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അത് വലിയ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അതുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് പൊതുദർശനം വെക്കാനിടയുണ്ടോ GK? ഹാഷ്മി, ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. നേരത്തെ ഹാഷ്മിയും സ്മിതയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടനാട് ഈ വീട്ടിലേക്ക് ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ അന്ത്യയാത്രയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. ആദ്യം അത് ഒറ്റപ്പെട്ട നിലയിൽ ചെറിയ വരികളായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോഴത് ഒരു ജനക്കൂട്ടമായി മാറിയിരിക്കുന്നു. ആളുകൾ സിനിമാ മേഖലയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പുതുതലമുറയിൽപ്പെട്ട നടീനടന്മാരും സംവിധായകരും മാത്രമല്ല, ഈ നാട്ടിലുള്ള അദ്ദേഹത്തിനോട് അദ്ദേഹം വളരെ അദ്ദേഹത്തെ കരുതിയിരുന്ന ഈ നാട്ടുകാരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ശ്രീനിവാസൻ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അകത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് സ്വാഭാവികമായും അവിടെ ഒരു തിരക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം അവിടെ ആളുകളെ നിയന്ത്രിക്കാനും അവിടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സംസ്കാരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, അതിന് കാർമ്മികത്വം വഹിക്കാനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മറ്റ് ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ നമ്മൾ അല്പം മുൻപ് കണ്ട ഒരു സിനിമാ ഭാഗമായിരുന്നു കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ. അതിൽ ബാലൻ എന്ന കഥാപാത്രത്തെ ആണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. ബാലനെ, കുട്ടിക്കാലത്തെ ആ സുഹൃത്തിനെ വളരെ വർഷങ്ങളായി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച അശോക് എന്ന കഥാപാത്രം വളരെ ഹൃദയസ്പർശിയായ വൈകാരികതയോടുകൂടി അവതരിപ്പിച്ചത്. ഒരുപക്ഷെ അതിനേക്കാൾ വലിയ വൈകാരികമായ വേദനകളോടുകൂടിയാണ് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ആളുകൾ തീരാവേദനയുമായി, ഹൃദയവേദനയുമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സിനിമാ മേഖലയിലെ താരങ്ങളൊക്കെ തന്നെ ഇന്നലെ രാവിലെയും വൈകിട്ടുമായി ഇവിടെ എത്തിയിരുന്നു. അതേപോലെ തന്നെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അവിടെ എത്തിയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി ഇപ്പോൾ സത്യനന്ദിക്കാടിനെ പോലുള്ളവർ, രഞ്ജിത്ത് പണിക്കറിനെ പോലുള്ളവരൊക്കെ ഇന്ന് ഇവിടെ
വീട്ടുവളപ്പിലേക്ക് എത്തിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകളുടെ ഭാഗമാകാൻ വേണ്ടി. അതിന് പുറമെ തമിഴ് സൂപ്പർ താരം സൂര്യ രാവിലെ തന്നെ അദ്ദേഹത്തെ വന്ന് കണ്ടു. താൻ ശ്രീനിവാസൻ്റെ ഒരു വലിയ ഫാനായിരുന്നെന്നും കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീനിവാസൻ്റെ സിനിമകൾ തുടർച്ചയായി കാണാറുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണണം എന്ന് മനസ്സ് പറഞ്ഞത് കൊണ്ടാണ് താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതെന്നുമാണ് സൂര്യ പറഞ്ഞത്. അതിനുശേഷം നടന്മാരായ ജഗദീഷ്, പൃഥ്വിരാജ്, അതുപോലെ പാർവതി തിരുവോത്ത്, നമിത പ്രബോധ്, വിനീത്, സംവിധായകരായ ഹരിഹരൻ, രാജസേനൻ എന്നിവരൊക്കെ തന്നെ കണ്ടു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അല്പം മുൻപ് ഇവിടെ വന്ന് ശ്രീനിവാസനെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. മലയാള സിനിമയ്ക്ക് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നമുക്കറിയാം, നേരത്തെ രാജസേനൻ സംസാരിക്കുമ്പോൾ പറഞ്ഞതും എഴുത്തുകാരൻ, അതുപോലെ സംവിധായകൻ, അഭിനേതാവ്, അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ശ്രീനിവാസനെ കാണേണ്ടത്. അതിൽ 3ലും വ്യത്യസ്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ, കലാകാരൻ എന്ന നിലയിൽ വേണം ശ്രീനിവാസൻ വിലയിരുത്തപ്പെടാൻ. രാജസേനൻ നേരത്തെ പറഞ്ഞപ്പോൾ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ 2 ദുഃഖങ്ങൾ. ഒന്ന്, ശ്രീനിവാസൻ്റെ മികച്ച തിരക്കഥ തനിക്കൊരു സിനിമയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ്. മാത്രമല്ല, ശ്രീനിവാസനിലുള്ള വ്യത്യസ്തമായ ഒരു അഭിനയ പ്രതിഭയെ തനിക്ക് തൻ്റെ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വ്യക്തിപരമായ വേദനയാണ് രാജസേനൻ അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്. ഏതായാലും ഹാഷ്മി സ്മിത ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ആളുകൾ എത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു തിരക്ക് രൂപപ്പെടുന്നുണ്ട്. ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ അധികം വൈകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരല്പം പോയേക്കാവുന്ന ഒരു സാഹചര്യത്തെ തള്ളിക്കളയാനും കഴിയില്ല. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പോലീസ് സേന അദ്ദേഹത്തിന് ഔപചാരികമായ ആദരമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. പൂർണ്ണമായി അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഈ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ നിന്ന് വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവന്ന ശേഷമുള്ള മണിക്കൂറുകൾ ശ്രീനിവാസൻ്റെ ഏറ്റവും സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ കണ്ടനാട്ടിലെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ ഉള്ളത്. അവരുടെ ഒരു സ്വകാര്യ നിമിഷമായിരുന്നു അത്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോ മറ്റു മാധ്യമങ്ങൾക്കൊന്നും വീട്ടിനകത്തേക്ക് ആ സമയത്ത് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകളൊക്കെ തന്നെ വീണ്ടും അദ്ദേഹത്തെ കാണാൻ എത്തുകയും ഇപ്പോൾ വീട്ടിനകത്ത് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ സാധാരണക്കാരായ ആളുകൾ, നമ്മൾ എടുത്തു പറയേണ്ടതും കർഷകർ, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശ്രീനിവാസനെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിസാധാരണരായ മനുഷ്യരുടെ ജീവിതത്തെ അനിതര സാധാരണമായ മിഴിവോടുകൂടി അഭ്രപാളികളിൽ പകർത്തിയ അതുല്യ പ്രതിഭ എന്ന നിലയിൽ വേണം നമ്മൾ ശ്രീനിവാസനെ പരിഗണിക്കാൻ. നേരത്തെ ജഗദീഷ് സൂചിപ്പിച്ചതുപോലെ ആ നിലയ്ക്ക് ശ്രീനിവാസൻ മലയാളത്തിൻ്റെ ജീനിയസ് ആണ്. പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തി, മലയാള സിനിമയിൽ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തി എന്നതാണ് ശ്രീനിവാസൻ നൽകിയിട്ടുള്ള സംഭാവന. ആ നിലയ്ക്ക് ശ്രീനിവാസൻ കുഞ്ചൻ നമ്പ്യാർക്കും സഞ്ജയനും VK-നും ഒക്കെ പോലെ തന്നെ ഹാസ്യത്തെ അതിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് ശ്രീനിവാസനെ മറ്റാരെക്കാളും അതുല്യ പ്രതിഭയാക്കി മാറ്റി തീർക്കുന്നത്. 1984 പുറത്തിറങ്ങിയ ഓടരുതമ്മ വാളറിയാം എന്ന സിനിമയിൽ രീതികളെക്കുറിച്ച്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ശ്രീനിവാസൻ്റെ തനത് ശൈലിയെക്കുറിച്ചൊക്കെ ജഗദീഷ് വാചാലനായി. അദ്ദേഹം ഒരിക്കലും ഒരു കൃത്യമായ ക്രമത്തിലായിരുന്നില്ല സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. ഒരുപക്ഷെ 100 സീനുള്ള ഒരു സിനിമയ്ക്ക് 100ാമത്തെ സീനിൽ ഉണ്ടാകുന്ന ഡയലോഗുകളായിരിക്കും ഒരുപക്ഷെ ശ്രീനിവാസൻ ആദ്യം എഴുതുക. അത്രത്തോളം മനസ്സിൽ ആ കഥയും ഇതിവൃത്തവും അതിൻ്റെ തിരക്കഥയും ഒക്കെ മനസ്സിൽ പതിപ്പിച്ച ആളായിരുന്നു ശ്രീനിവാസൻ. അങ്ങനെ ഒരു തരത്തിലും നിലവാരമില്ലാത്ത ഹാസ്യമോ അശ്ലീല ചുവയുള്ള ഹാസ്യമോ ശ്രീനിവാസനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.